2008 മെയ് 12 അയർന സെറ്റ്ലർ എന്നൊരു പോളണ്ടുകാരി വൃദ്ധ ഈ ലോകത്തോട് വിടവാങ്ങി. ആരാണ് ഈ അയർന സെറ്റ്ലർ എന്നല്ലേ? ലക്ഷക്കണക്കിന് ജനങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് വധിച്ച ഹിറ്റ്ലറുടെ കാലത്ത് തൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും 2500-ൽ പരം കുട്ടികളെ രക്ഷിച്ചു കടത്തിയ ഒരു ധീര വനിതയുടെ പേരാണ് അയർന സെറ്റ്ലർ. പിന്നീട് അവളോട് ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി ഇത്രയധികം ധൈര്യമെന്ന്. അവൾ പറഞ്ഞു, അവൾക്ക് ധൈര്യം ലഭിച്ചത് തൻ്റെ അപ്പനിൽ നിന്നാണെന്ന്. അവളുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. അക്കാലത്ത് ഒരു പകർച്ചവ്യാധി നാട്ടിൽ പടർന്നപ്പോൾ ജനം കൂട്ടം കൂട്ടമായി മരിക്കുവാൻ തുടങ്ങി. ഡോക്ടർമാർ ഓരോരുത്തരും അവരവരുടെ പ്രാണരക്ഷാർത്ഥം സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അയർനയുടെ പിതാവ് വീടാന്തരം കയറി ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അവസാനം ആ രോഗം പിടിപെട്ട് അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകളെ അടുത്ത് വിളിച്ച് അയാൾ ഉപദേശിച്ചു, മകളെ, ആരെങ്കിലും വെള്ളത്തിൽ വീഴുന്നത് കണ്ടാൽ നിനക്ക് നീന്തൽ അറിയില്ല എങ്കിലും നീ അയാളെ രക്ഷിക്കുവാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടണമെന്ന്. കാരണം ഈ ലോകത്തിൽ നമ്മൾ അവശേഷിപ്പിക്കാൻ പോകുന്നത് നാം ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ മാത്രമാണ്. പ്രിയരെ, അയർനയുടെ പിതാവ് അവളെ ഉപദേശിച്ച ഉപദേശം നമുക്കും നമ്മുടെ ജീവിതത്തിലൊന്നെടുത്ത് ചിന്തിച്ചു നോക്കാം. ഈ ലോക ജീവിതാവസാനം നാം ഓർമ്മിപ്പിക്കപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന നന്മയെ പ്രതിയോ അതോ നാം ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെ പ്രതിയോ? നമുക്ക് നന്മ ചെയ്ത് മുന്നേറാമെന്നേ. അപ്പോൾ വരും തലമുറ നമ്മളെ നന്ദിയോടെ ഓർക്കും, ദൈവവും. ഗോഡ് ബ്ലെസ് യു.